ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. അപ്പോൾ നമ്മളിന്ന് സ്ട്രോബെറി ഫാമിൻ്റെ തന്നെ ഉള്ളിലുള്ള ഒരു കിഡ് സൂ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങളങ്ങനെ ഉള്ളിലെത്തി. അപ്പോൾ ഉള്ളിലെത്തിയപ്പോൾ തന്നെ വലിയൊരു പക്ഷിനെയാണ് കണ്ടത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കൈമയ്ക്ക് വന്നിരിക്കും. അങ്ങനെ അടിപൊളിയാണ്. ഇതൊരു സ്റ്റെയർ കേസിൻ്റെ രീതിയിലാണ് ഓല് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ്. ഒക്കെ രണ്ട് സൈഡിലും മരത്തിൻ്റെ ഒരു ഇത് കമ്പ് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇപ്പോൾ കുറേ മുയലും അതേമാതിരിക്ക് തത്തമ്മ അതേമാതിരിക്ക് ഒരുപാട് പക്ഷികൾ ഇങ്ങനെ ഉണ്ട്. അവരൊക്കെ തീറ്റെടുക്കുക. ഈ കാണാൻ വരുന്ന കുറേ ആൾക്കാർ ഇതിറ്റകൾക്ക് തിന്നാനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിന്നാലും തീറ്റ ഇവിടെ കിട്ടും. അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനത്തെ തത്തമ്മന്മാർക്കുള്ള പക്ഷികളുണ്ട് കുറേ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അയാൾ ഇതിൻ്റെ കയ്യുമ്മ വെച്ചേരത്. അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് ആള്. അങ്ങനെ കൊത്തണമൊന്നുമില്ല, നേരെ ഒതുങ്ങി നിന്ന് വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ് ഇതിനെ. അങ്ങനെ അപ്പത്തിനും എമിയും പാടെ മുയലിനെ കണ്ടു. ചെറിയ മുയലിൻ്റെ കുട്ടികളും അതേമാതിരിക്ക് മുയലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നേക്ക് ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. മയിൽ അങ്ങനത്തെയൊക്കെ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ കുറവായിരുന്നു. വല്ലാതെ പക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷികളൊക്കെ കുറവാണ്. ചെറിയ മുയലിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഓൾക്ക് അതിനെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓളെ കയ്യിൽ ഞാനിങ്ങനെ വെച്ചെടുക്കുകയായിരുന്നു. അത് ഒതുങ്ങി കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്യണമൊന്നുമില്ല. അങ്ങനെ പിന്നെ എമിക്ക് ഇങ്ങനെ കയ്യുമ്മ പക്ഷിനെ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ അവിടുത്തെ അയാൾ ഇങ്ങനെ ഓൾക്ക് കയ്യുമ്മ ഇങ്ങനെ പക്ഷിനെ വെച്ചെടുത്തു. അപ്പോൾ ഓളതിങ്ങനെ പിടിച്ചിരിക്കും. ഓൾക്ക് നല്ല പേടിയുണ്ട് കൊത്തുമെന്നൊക്കെ. അങ്ങനെ പിന്നെ പക്ഷിയൊക്കെ കൈമന്നൊക്കെ ഓളെ ചെറുതായിട്ട് കൊത്തിയിട്ട് അപ്പോൾ ഓളെ അവിടെ ഇട്ടു ഇതിന്. അങ്ങനെ പിന്നെ ഒരു രണ്ടാളും കുറച്ചു നേരം മുയലിനായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ കൂട്ടിലടച്ചിട്ടാൽ മാരിക്കില്ലാണ് ഇത് ഓന്ത് അതേമാതിരിക്ക് പാമ്പുകളുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓന്തിൻ്റെ ഒക്കെ ഒരു മാർക്കാണ്. അങ്ങനെ പിന്നെ അതേമാതിരിക്ക് അണ്ണാന്, പിന്നെ പാമ്പുകൾ, വെറൈറ്റി പാമ്പുകളുണ്ട്. അപ്പോൾ പാമ്പുകളുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. വെറൈറ്റി ആയിട്ട് വെള്ളത്തിലൊക്കെ കിടക്കണുണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഓന്തിൻ്റെ ഒരു ടൈപ്പാണ്. എന്ത് ഓന്താന്ന് നമുക്ക് അറിയില്ല. ഇവിടെ ചെറിയൊരു മുതലനെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഒന്നല്ല. അങ്ങനെ ചെന്നാലും രസമായിരുന്നു കാണാൻ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലാന്ന് കരുതും. ഇതൊക്കെ എന്ത് ജീവികളെ ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ഒക്കെ ജസ്റ്റ് ഇങ്ങനെ കാണുക ചെയ്തത്, അല്ലാതെ പേരൊന്നും എനിക്ക് അറിയില്ല.
ഈ കൂട്ടിൽ കിടക്കുന്നത് മുള്ളൻ പന്നിയാണ്. രണ്ടാളുണ്ടായില്. ഇതൊന്നൊക്കെ എന്താന്ന് അറിയില്ല. മിയൊക്കെ ആകെ അന്ത വിട്ടുക്കണു ഇത് എന്താന്ന് എഴുതിയിട്ട്. അങ്ങനെ കുറച്ചേരൊക്കെ ഞങ്ങളത് കണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇത് സെറ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ മേലെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് മഴ പെയ്യണ മാരിക്ക് വെള്ളം കൊണ്ട് ഒരു മാലമാരിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. അത് കയറി വരുന്ന ഫ്രണ്ടിലുണ്ട് ഇതേ മാരിക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഇങ്ങനത്തെ ആക്സസറി ഐറ്റംസുകളൊക്കെ ഉണ്ട്. ബാഗ്, ടോയ്സ്, അതേമാതിരിക്ക് ഗെയിംസ് കളിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഓല് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങും ചെയ്യാം. ഓരോ മൃഗങ്ങള്, മൊയിലിൻ്റെ, അതേമാതിരിക്ക് താറാവ്, പക്ഷികൾ, അതൊക്കെ എല്ലാ അതിൻ്റെയും ടോയ്സുകളുണ്ട്. പിന്നെ ഹെയർ ബാൻഡ്, ക്ലിപ്പ്, അങ്ങനത്തെ ഐറ്റംസുകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. അപ്പൊ ഏമി ഒറ്റയ്ക്ക് വാതിൽ തുറക്കാറിഞ്ഞിട്ട് ഇവൾക്ക് ഉന്തി തുറക്കാറിഞ്ഞിട്ട് ഇവൾ ഒറ്റയ്ക്ക് തുറന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ പുറത്തിറങ്ങി. ഒക്കെ ഈ ഒരു സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാതും ഉള്ളത്. അങ്ങനെ മിയക്കും എമിക്കും ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും അവിടെ സ്ട്രോബെറിൻ്റെ ആ ഒരു തീമിലുണ്ടാക്കിയ ചെയറിൽ പോയിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റിൽ ഐസ്ക്രീം ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ ഐസ്ക്രീമൊക്കെ തിന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. കുട്ടികളൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.